ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ബോംബാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലബനാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. എയർ ഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ 12 കമ്പനികളാണ് സർവീസ് റദ്ദാക്കിയത്. അവസാനമായി നമ്മളിപ്പോൾ കണ്ട ദൃശ്യം മറായ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ എഡിറ്ററായ ഫാദി ബോദിയ എന്ന മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ ഒരു ബോംബാക്രമണമാണ്. ഒരു ലൈവ് ഷോയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ ഫാദി ബോദിയക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിരവധി വ്യോമാക്രമണങ്ങൾ ലബനാനിലെ ബെയ്റൂത്തിലും അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലുമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെയ്റൂത്തിൻ്റെ തെക്കൻ മേഖലയിലുള്ള ദാഹിയ പട്ടണത്തിൽ ഒരു കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഏറ്റവും അവസാനം 6 പേർ കൊല്ലപ്പെട്ടത്. 15 പേർക്ക് ഇവിടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നതിനനുസരിച്ച് ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം കമാൻഡറായ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസിയെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഈ കമാൻഡർമാരെ ലക്ഷ്യമിട്ട ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളാണ് മിസൈൽ സിസ്റ്റംസ് കമാൻഡർ കൂടിയായ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി. ഇത് പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇന്ന് മാത്രം 558 ഇന്നും ഇന്നലെയുമായി 558 പേർ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ലബനാൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് നേരത്തെ അറിയിച്ചത്. 1835 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ 50 കുട്ടികളും 94 സ്ത്രീകളും ഉൾപ്പെടുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. ഇത് സിവിലിയന്മാർക്ക് നേരെയുള്ള വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ലബനാനിൽ ഇസ്രായേൽ സേന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 4 ആരോഗ്യ പ്രവർത്തകരുണ്ട്. UNHCRൻ്റെ 2 വളണ്ടിയർമാർ ഈ കൂട്ടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ ദഹിയയിലുണ്ടായ ആക്രമണത്തിൽ ദൃക്സാക്ഷികൾ പറയുന്നത് വളരെ ദാരുണമായ സംഭവമാണ്. മനുഷ്യ ശരീരം പലയിടങ്ങളിലായി ചിന്നിച്ചേറി കിടക്കുന്ന കാഴ്ചകളാണ് ദഹിയയിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്ന് പറയുന്നുണ്ട്. തെക്കൻ ലബനാനിന് നേരെയുള്ള വ്യോമാക്രമണം വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ സേന ഇപ്പോൾ തുടരുകയാണ്. തിരിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്കും വലിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലേക്ക് പലതവണയായി ഇന്ന് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണമുണ്ട്. ഇസ്രായേലി സൈനിക റേഡിയോ ഇന്ന് വ്യക്തമാക്കുന്നതനുസരിച്ച് 400ഓളം മിസൈലുകളാണ് ഇന്നിപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ നിരവധി കുടുംബങ്ങൾ വീടൊഴിഞ്ഞ് പോയിരുന്നു. ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും ആളൊഴിഞ്ഞൊരു പ്രദേശമായി മാറിയിരിക്കുന്നു. നിരവധി പേരാണ് ഇസ്രായേൽ കുടുംബങ്ങളാണ് ഈ അധിനിവേശ ഭൂമിയിൽ നിന്നിപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഗോലാൻ കുന്നിലേക്കും ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഹൈഫയ്ക്ക് സമീപമുള്ള റോഷ്പിന പട്ടണത്തിലും ഇന്ന് ഈ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷം മേഖലയിൽ തുടരുകയാണ്. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണമാകട്ടെ ലബനാനിലുടനീളം തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം.